ഡിയർ സോൾസ്, നമുക്കിന്ന് ശ്രീകൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. ഓക്കെ, ആത്മനി വിശ്വാസ സർവസിദ്ധി ദായക എന്നാണ്. എന്താണ്? ആത്മവിശ്വാസമാണ് എല്ലാ നേട്ടങ്ങളുടെയും ദാതാവ്. നീ നിന്നിൽ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ വിശ്വസിക്കാൻ പറയുന്നു. ആത്മാവെന്ന് പറയുമ്പോൾ സോളിനെ വിശ്വസിക്കുക. ആ സോളിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നിലനിൽപ്പ്, നമ്മളുടെ അസ്തിത്വം എന്ന് പറയുന്നത് ആത്മാവാണ്. ശരീരമാണെന്ന് പറഞ്ഞാൽ ശരീരം നശ്വരമാണ്. നമ്മൾ എന്ന് പറയുന്നത് ആത്മാവാണ്. അതിനെ വിശ്വസിക്കുക. അത് എന്ന് പറഞ്ഞാൽ ശക്തമായ ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പം നമ്മളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ ഇൻഡ്യൂട്ടീവ് പവർ അവിടെ വർദ്ധിക്കണം എന്നാണ് അർത്ഥം. ആ ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വളരെ ഏകാഗ്രമായി ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് കുറച്ചു നേരം മൗനമായിട്ട് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുക. നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്. ആ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പലതും കാണാൻ നമുക്ക് കഴിയും, കേൾക്കാൻ നമുക്ക് കഴിയും, ശബ്ദം കേൾക്കാൻ കഴിയും നമുക്ക്. കാരണം അവിടെയാണ് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ആ ആത്മാവിൻ്റെ സംസാരം കേൾക്കാൻ പഠിക്കാതാണ് ഇൻഡ്യൂട്ടീവ് പവർ എന്നൊക്കെ പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല ശക്തിയായിരിക്കും. എല്ലാത്തിനും ഒരു ആത്മവിശ്വാസമുണ്ടാവും, കോൺഫിഡൻസ് അതിനെ പറയുന്ന അങ്ങനെയാണ്. അത് നമുക്കുണ്ടാവും. നമുക്കൊന്നിനെയും ഭയമുണ്ടാവില്ല. കാരണം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെ ജീവിക്കാൻ നമ്മളെ അത് പ്രാപ്തരാക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.